ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് ആണ്. സോ സിലബസ് നോക്കുമ്പോൾ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് പ്ലസ് ഡ്രഗ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഡ്രഗ് ഇൻഫർമേഷൻ ബുള്ളറ്റ് എന്ന് പറയുന്നത് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസിൻ്റെ ഒരു പാരാമീറ്റർ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയേണ്ട എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ. എല്ലാവർക്കും അറിയാം, പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ന്യൂ ഡ്രഗ് ഡെവലപ്മെൻറ്റ്, ഡ്രഗിൻ്റെ യൂസുകൾ, ഡ്രഗിൻ്റെ ക്ലിനിക്കൽ യൂസുകൾ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് പോയിന്റിൽ കിട്ടുന്ന തെറാപ്യൂട്ടിക് എഫിക്കസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രഗ് ഇൻഫർമേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഡ്രഗ് ഇൻഫർമേഷന് ഫണ്ടമെൻ്റലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഫാർമസിസ്റ്റ്. അതായത് ഏതൊരു ഹോസ്പിറ്റൽ സെറ്റിങ്സിലും ഫാർമസിസ്റ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ഇൻഫർമേഷൻസ് പബ്ലിക്കിനായാലും പാരാമെഡിക്സിനായാലും ഹോസ്പിറ്റൽ സ്റ്റാഫിനായാലും കൊടുക്കാനായി സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സോ ബേസിക്കലി ഡ്രഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ഡ്രഗ് ഇൻഫർമേഷൻസും അല്ലെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും ഒരു ഡ്രഗിനെ പറ്റി മനസ്സിലാക്കുക, ആ ഡ്രഗ് ഇൻഫർമേഷൻസ് പബ്ലിക്കിന് കറക്റ്റായി കൊടുക്കുക, അതുമാത്രമല്ല ആ പബ്ലിക്കിന് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് റാഷണൽ യൂസ് ഡ്രഗിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആൻഡ് ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ഓക്കെ, സോ അതുമാത്രമല്ല ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, ഒരു ജനറൽ പബ്ലിക്കിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം, അതുമാത്രമല്ല എല്ലാ സ്റ്റാഫുകളും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ അതുമാത്രമല്ല WHO ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പരാമർശിച്ചുള്ളൊരു കാര്യമാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ. ഈ ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കാനായി പരാമർശിച്ചൊരു കാര്യമാണ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ. നമ്മൾ ഓൾറെഡി അറിയാം, പേര് പറയുന്ന പോലെ തന്നെ അവിടെ എന്താണ് ഡ്രഗ് ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കൊക്കെ? ഫിസീഷ്യൻസിന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കൊടുക്കാം, ഈവൻ ദോ ഫാർമസിസ്റ്റിന് കൊടുക്കാം, ഇല്ലെങ്കിൽ പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന് പോലും കൊടുക്കാം. ഇറ്റ് ഷുഡ് ബി അൺബയാസ്ഡ്. ഒരു തെറ്റോ കുറ്റങ്ങളോ ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ആദ്യമായിട്ട് ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കെൻഡുക്കി അല്ലെങ്കിൽ കെൻഡുസ്കി ഇൻ USA 1962 കേട്ടോ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണ് കെൻഡുസ്കി ഇൻ USA 1969 മറന്നു പോകരുത് കേട്ടോ. സോ എബിലിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഫാർമസിസ്റ്റ് ടു റൺ DIS അല്ലെങ്കിൽ DIC. സോ ബേസിക്കലി ഫാർമസിസ്റ്റുകളാണ് ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കുക. സോ ബേസിക്കലി ഫാർമസിസ്റ്റിന് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ കാര്യങ്ങൾ നോക്കണം. ഒന്ന്, പുള്ളിക്കാരന് എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഇൻഫർമേഷൻസുകൾ അപ്ഡേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കണം, ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം, പുതിയ നോളജ് ഉണ്ടെങ്കിൽ റിസർച്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ നോളജിൻ്റെ സോഴ്സിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. അതുമാത്രമല്ല മെഡിക്കൽ, ഫാർമസി, നഴ്സിംഗ് ഫീൽഡിലൊക്കെ അവർക്ക് ഒരു നോളജ് ഉണ്ടാവണം. കാരണം മറ്റുള്ള ഫീൽഡിനെ പറ്റി മനസ്സിലാക്കിയാൽ ഡ്രഗ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. നേഴ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫാർമസിയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയണം അല്ലേ. ഈ സെമിനാർ, കോൺഫറൻസ്, അങ്ങനെയുള്ള ഡ്രഗ് ഇൻഫർമേഷൻ എവിടെയൊക്കെ കിട്ടുമോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണം. ലിറ്ററേച്ചർ, ജേർണൽസ് ഒക്കെ നോക്കണം. അതുമാത്രമല്ല PTCയിലെ ഒരു മെമ്പർ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കാരണം എന്താണ്, ഈ ഡ്രഗിൻ്റെ വേരിയസ് ആസ്പെക്റ്റ് മനസ്സിലാക്കണമെങ്കിലും അതിനെപ്പറ്റി റെക്കമെൻഡേഷൻസ് കൊടുക്കാനും അയാൾക്ക് സാധിക്കണം. ഇത് ഭയങ്കര സിമ്പിളാണ്, അധികമൊന്നും ഇങ്ങനെ ടൈമൊന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. സോ ബേസിക്കലി WHO ഇന്ത്യയിൽ 5 DICകളാണ് മെയിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹരിയാന, ഒന്ന് ഛത്തീസ്ഗഡ്, ഒന്ന് രാജസ്ഥാൻ ആൻഡ് ആസാം ആൻഡ് ഗോവ. സോ ഹരിയാനയിൽ സിർസ, ഛത്തീസ്ഗഡിൽ റായ്പൂർ, രാജസ്ഥാനിൽ ജയ്പൂർ, ആസാമിൽ ദിബ്രുഗർ ആൻഡ് ഗോവയിൽ പഞ്ചാജി. സോ ബേസിക്കലി ഇത് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, നമുക്ക് അങ്ങനെ എടുത്ത് പഠിക്കാനില്ല. പക്ഷെ ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. കാര്യം നമ്മുടെ ഇന്ത്യയിലാകപ്പോൾ 5 DICകളാണ് മെയിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് WHO ആയിട്ട്. സോ അതുകൊണ്ട് അതായത് നമ്മൾ ഇവിടെയുള്ള ഡ്രഗ് ഇൻഫർമേഷൻസ് റിലവൻ്റ് ആണ്, അൺബയാസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെച്ചു എന്നേ ഉള്ളൂ, എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു റെഫറൻസിന് വേണ്ടിയിട്ടുമാണ്. സോ പോയിസൺ ഇൻഫർമേഷൻ, ഒരു DIC പ്ലസ് പോയിസൺ ഇൻഫർമേഷൻ ആണ് ഒരു ആക്യുറേറ്റ് ഡ്രഗ് ഇൻഫർമേഷൻ സർവീസിനെ
എപ്പോഴും പറയാറുണ്ട്. അതായത് ഇപ്പോൾ പോയിസൺ ഇൻഫോർമേഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോയിസണൊക്കെ എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ പോയിസണിൻ്റെ ആൻഡോട്ട് എന്തായിരിക്കണം, സ്പെസിഫിക് ആൻഡോട്ട് എന്താണ്, അതിൻ്റെ ജനറലി ആയിട്ട് വരുന്ന അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഇൻഫോർമേഷൻസ് സെൻറ്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് കേട്ടോ, അല്ലെങ്കിൽ ആ സർവീസുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു, പോയിസൺ ഉപയോഗിക്കാൻ വേണ്ടി എന്നല്ല. ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം ചില പോയിസൺസ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ നോൺ മെഡിക്കൽ പർപ്പസുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി പോകണ്ട. ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഇൻഫർമേഷൻസ് കൊടുക്കുക, ഒന്നാമത്തെ. 2, ഒപ്റ്റിമം ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ബേസിക്കലി നമുക്കറിയാം ചില ഹെൽത്ത് കെയർ പോളിസീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡ്രഗ് യൂസുകൾ, ഈ ഡ്രഗ് യൂസ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രിപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗൈഡ് ലൈൻ ആൻഡ് ഫോർമുലറീസ്. ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടാക്കുക, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കണമെന്ന് ഇവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇനി പേഷ്യൻറ്റ് കംപ്ലയിൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ, OTC ഡ്രഗുകൾ എന്തൊക്കെ ആയിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടും അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫാർമസി സംബന്ധിച്ച് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒരുപാട് കൊണ്ടുവരിക, അത് ഒരുപാട് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈവൻ പബ്ലിക്കിന് വരെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് ക്രൂഷ്യൽ തിങ് ആണ്. ടീച്ചിങ് പ്രോഗ്രാംസുകൾ കൊണ്ടുവരിക, പിന്നെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരിക, പിന്നെ പ്രിപ്പറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ എക്സാമ്പിൾ ഡ്രഗ് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഡ്രഗ് ഇൻഫോർമേഷൻ ബുള്ളറ്റിൻസ് പഠിക്കൂ കേട്ടോ, നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ പഠിക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ റിസർച്ച് പ്രോഗ്രാമുകൾ കൊണ്ടുവരിക. സോ അത്രയേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോഴ്സുകൾ, ഇൻഫോർമേഷൻ സോഴ്സുകൾ നമുക്ക് എവിടെ നിന്നൊക്കെ എടുക്കാം, എങ്ങനെയൊക്കെ എടുക്കാം എന്നാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് പ്രൈമറി സോഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരിടത്ത് ഫുട്ബോൾ കാണാൻ പോയി, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പറയില്ലേ, അതാണ് പ്രൈമറി സോഴ്സ്. റോ ആയിരിക്കും, തെറ്റുകൾ ഉണ്ടായിരിക്കാം. നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കാറില്ല അതിൽ തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ നമ്മൾ നോക്കില്ല, ഒറിജിനൽ സോഴ്സ് ആയിരിക്കും കേട്ടോ. സോ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ, ആദ്യമായിട്ട് ഒരാൾ കണ്ടു പറയുന്നത് പോലെയിരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ഈവൻറ്റ് നടക്കുന്നു, വ്യൂ പോയിന്റ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻ്റർവ്യൂ, സ്പീച്ച്, ജേർണൽസ്, ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പറൊക്കെയാണ് എക്സാമ്പിൾ ഒരു പ്രൈമറി സോഴ്സ്. നിങ്ങളൊരു മാച്ച് കണ്ടു, നിങ്ങളത് അതുപോലെ എഴുതുന്നു, അല്ലെങ്കിൽ അതുപോലെ റെക്കോർഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ. കമൻട്രി പറയില്ല, അതൊക്കെ. നെക്സ്റ്റ് സെക്കൻഡറി സോഴ്സ് ആണ്. അത് അനലൈസ് ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യും. പ്രൈമറി ഡേറ്റേനെ വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്തതും കാര്യങ്ങളൊക്കെ, അതായത് എവിഡൻസ് ഒന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ റിലവൻസി ഇല്ലാത്തതോ ഒക്കെ നിങ്ങൾ മാറ്റുന്നു, എഡിറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ കമൻട്രി പറഞ്ഞ കാര്യം ഒരാൾ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ഒരു എന്താ പറയുക ഒരു സൈഡിൽ പബ്ലിഷ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ സൈഡിലൊക്കെ പബ്ലിഷ് ചെയ്യുവാണ്. അപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുക, പറയാത്ത റിലവൻസി ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ചില കമൻട്രി പറയുമ്പം പറയാറുണ്ട് ആ കൂട്ടമേ അവരിങ്ങനെ ഗൂഗിളിൽ അടിച്ചു, അങ്ങനെ അടിച്ചു, ത്രസിപ്പിക്കുന്ന, അതൊന്നും ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് പോയിന്റ്സ് മാത്രം പറയുക. സോ അവിടെ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യുക, റിവ്യൂ ചെയ്ത് ക്രിട്ടിക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ടായിരിക്കും പറയേണ്ടാവുക. എക്സാമ്പിൾ ബിബ്ലിയോഗ്രഫി, ജേർണൽ ആർട്ടിക്കിൾ, ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെ കമൻട്രീസ്, എഡിറ്റോറിയൽസ്, ലിറ്റററി ക്രിറ്റിസിസംസ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സോ നെക്സ്റ്റ് വൺ ഇസ് ടെറിഷറി സോഴ്സ് ആണ്. സോ ടെറിഷറി സോഴ്സ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതായത് ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ടെറിഷറി സോഴ്സിൽ പോയിൻറ്റിങ് ഔട്ടാണ്. അതായത് നിങ്ങൾക്കൊരു ഇൻഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്യുറേറ്റ് സോഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം അറിയണം, സോ അത് പോയിൻ്റ് ഔട്ട് ചെയ്യും, ഇന്നടത്തുണ്ട്, നിങ്ങളത് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എടുത്തോ എന്ന് പറയും. സോ സോഴ്സ് ദാറ്റ് കംപ്ലീറ്റ്സ് ഡേറ്റ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. സോ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് തരികയാണ് ടെറിഷറി സോഴ്സുകൾ കൂടുതലും ചെയ്യുക. സോ ടൂൾസ് ആയിരിക്കും സെർച്ച് എഞ്ചിൻ, വിക്കിപീഡിയ, ബിക്സ്ബി എന്നൊക്കെ പറയുന്ന പോലെ, എൻസൈക്ലോപീഡിയ, ബിബ്ലിയോഗ്രഫീസ് ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സോ ബേസിക്കലി നമുക്ക് ഇച്ചിരി ടെറിഷറി സോഴ്സിനെ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ടെറിഷറി ഇൻഫർമേഷനെ റെഫറൻസ് ടൈപ്പ് എന്നും പറയും, ക്വസ്റ്റ്യൻ ടൈപ്പ് എന്നും പറയും. എന്തൊക്കെയാണ് റെഫറൻസ് ടൈപ്പ് ആൻഡ് ക്വസ്റ്റ്യൻ ടൈപ്പ്? സോ റെഫറൻസ് ടൈപ്പ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് റെഫറൻസ് ഉണ്ടാവും. പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആണ് സ്പെസിഫിക് ബ്രാൻഡ് നെയിം. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ബ്രാൻഡിനെ മാത്രം പറ്റിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഓറിയൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കടയിൽ പോയിട്ട് പറയുവാണ് AVT കണ്ണൻ ദേവനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് പറയുവാണ്, അതുപോലെ. നെക്സ്റ്റ് ഡ്രഗ് ഓറിയൻറ്റഡ് റെഫറൻസ്. അതായത് ഡ്രഗ് ഓറിയൻറ്റഡ് മീൻസ് ഇൻ ദ സെൻസ് വെച്ചാൽ ഇൻഫർമേഷൻ ഓൺ ജനറിക് ഡ്രഗ് എൻറ്റൈറ്റി, ജനറിക് ഡ്രഗിനെ പറ്റി മാത്രമുള്ള ഇൻഫർമേഷൻസ്. നെക്സ്റ്റ് തെറാപ്യൂട്ടിക് ഓറിയൻറ്റഡ് റെഫറൻസ് ആണ്. അതായത് വേരിയസ് കണ്ടീഷൻ
സിറ്റുവേഷന് ഏതൊക്കെ ഡ്രഗുകൾ യൂസ് ചെയ്യാം എന്നുള്ളത്. നെക്സ്റ്റ് ഇസ് പോയിസൺ റെഫറൻസ് ആണ്. ഏത് പോയിസണിന് എന്തൊക്കെ രീതിയിൽ ട്രീറ്റ് ചെയ്യാം, അതിന് ടോക്സിറ്റി എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിസ്പെൻസിങ് ഓറിയൻറ്റഡ് റെഫറൻസ് ആണ്. സോ എങ്ങനെ കോമ്പൗണ്ട് ചെയ്യണം, എങ്ങനെ ഡിസ്പെൻസ് ചെയ്യണം. അഡ്വേഴ്സ് എഫക്ട് റെഫറൻസ്, എന്താണ് ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ഇൻഫോർമേഷൻസ്. നെക്സ്റ്റ് ഇസ് പാരൻ്റൽ ഡ്രഗ് റെഫറൻസിങ് ആണ്. സോ പാരൻ്റലി ഉപയോഗിക്കുന്ന ഡ്രഗുകളുടെ റെഫറൻസുകൾ. ഫാർമക്കോ കൈനറ്റിക് റെഫറൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർമക്കോ കൈനറ്റിക് വെച്ചാൽ ADME ആണ് അല്ലേ, മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗിൻ്റെ റെഫറൻസ്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകണ്ട, ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ളത് നോക്കണ്ട. നമുക്കിത് പഠിക്കാനില്ല ബേസിക്, ഇതൊക്കെ ഭയങ്കര അഡ്വാൻസ് ലെവലാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ മതി ജസ്റ്റ് എന്തൊക്കെ റെഫറൻസുകളാണ് നമുക്ക് നമ്മുടെ മെഡിക്കൽ ഹെൽപ്പിൽ കിട്ടുക എന്നുള്ളതാണ് റെഫറൻസ് ടൈപ്പ്. സോ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പാണ്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ, എന്തൊക്കെ ഡ്രഗുകളാണ് നമ്മൾ OTC ആയിട്ട് കൊടുക്കുക, എന്തൊക്കെയാണ് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ് വരുന്നത്, എന്തൊക്കെയാണ് ഫിസിക്കൽ പ്രൊഡക്റ്റ് വരിക, അവൈലബിലിറ്റി, ADME ക്യാരക്ടേഴ്സ് അറിയുക, ഡോസേജ് അറിയുക, ഡ്രഗ് ഇൻട്രാക്ഷൻ അറിയുക, അഡ്വേഴ്സ് എഫക്റ്റ് അറിയുക. സോ പ്രഗ്നൻസി നഴ്സിംഗ്, ഏതൊക്കെ ഡ്രഗ് നമുക്ക് പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാം, ഏത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഏതൊക്കെയാണ് ടെറോട്ടോജനിക് പൊട്ടൻഷ്യൽ ഡ്രഗുകൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. തെറാപ്യൂട്ടിക് യൂസിന് എഫക്റ്റീവ്നെസ്, സ്റ്റെബിലിറ്റി, പോയിസണിങ്, ടോക്സിറ്റി. സോ ബേസിക്കലി നിങ്ങൾ 2 ടൈപ്പ് ഉണ്ടെന്ന് മാത്രം പഠിച്ചാൽ മതി, അല്ലാണ്ട് വാരിക്കൂരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, 1-2 ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി, കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് ഫാർമസീൻ്റെ വ്യൂ പോയിന്റിൽ. സോ നന്നായിട്ട് വായിക്കുക, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് കാണാം. ബൈ.